എന്താണ് യഥാർത്ഥത്തിൽ സന്തോഷം? ഒരു ജോലി കിട്ടിയാൽ, സമ്പത്ത് കുന്നുകൂട്ടിയാൽ, പലതും ലഭിച്ചു കഴിഞ്ഞാൽ അതാണോ സന്തോഷം? ഇത് പലതും ഉണ്ടായിട്ടും പലരും ആത്മഹത്യ ചെയ്യുന്നു. പലർ എപ്പോഴും സന്തോഷം എന്ന് പറയും. ഒരു പുഞ്ചിരിയാണോ സന്തോഷം? എന്താണ് യഥാർത്ഥത്തിൽ സന്തോഷം? ഇസ്ലാമിൻ്റെയും മോഡേൺ സൈക്കോളജിയുടെയും വെളിച്ചത്തിൽ നമുക്കൊന്ന് അപഗ്രഥിക്കാം. ആദ്യമായി സന്തോഷത്തിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന്, ക്ഷണികമായ സന്തോഷം. എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു ഫോണോ ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭക്ഷണം ലഭിക്കുമ്പോൾ, ഐസ്ക്രീം കഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അതൊരു ക്ഷണികമായ താൽക്കാലിക സന്തോഷമാണ്. എന്നാൽ രണ്ടാമത്തെ സന്തോഷം ഏതാണ്? ആത്മസംതൃപ്തിയാണ്. അത് ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ നേടുമ്പോഴോ ലഭിക്കുമ്പോഴോ ഉള്ള സന്തോഷമാണ്. ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ നമുക്കിതിനെ മുത്മഇന്ന എന്ന് വിളിക്കാം. ഒരു ആത്മസംതൃപ്തിയിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം. ഖുർആൻ പറയുന്നത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ സ്മരിക്കുന്നവർക്കല്ലാതെ, സ്മരണയിലൂടെയല്ലാതെ യഥാർത്ഥത്തിലുള്ള ആത്മസംതൃപ്തി, നഫ്സുൽ തത്മഇന്നുൽ ഖുലൂബ്, അത് ലഭിക്കുകയില്ല എന്നതാണ്. അപ്പോൾ പ്രധാനമായി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ സബർ, റിള, തവക്കുൽ, ഇത് മൂന്നുമായി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സന്തോഷത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. തവക്കുൽ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഏൽപ്പിക്കുക, എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു ബലഹീനനാണെന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ് എന്ന ഒരു തവക്കുൽ. അതിനുശേഷം ആക്ഷനിലേക്ക് കടക്കുക എന്നതാണ്. രണ്ടാമത്തെ സബർ എന്ന് പറയുമ്പോൾ ക്ഷമ. പരീക്ഷണങ്ങൾ, സുഖം ദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ അവിടെയെല്ലാം ക്ഷമിക്കാൻ സാധിക്കുക. അതിന് നിരവധിയായ പ്രവാചകന്മാരുടെ, മഹാന്മാരുടെ ചരിത്രങ്ങൾ ഒരു വിശ്വാസിക്ക് ഊർജം ലഭിക്കുന്നതാണ്. തിരുനബി മുതൽ അതേപോലുള്ള മുൻകഴിഞ്ഞ മുർസലുകളുടെ ജീവിതത്തിലെല്ലാം നിരന്തരമായ പരീക്ഷണങ്ങൾ അതിജീവിച്ചു വന്നവരാണ്. അവർ ക്ഷമിക്കുമ്പോൾ അവർക്ക് വലിയ പ്രതിഫലം ലഭിച്ചതിന്റെ നിരന്തരമായ ഉദാഹരണങ്ങൾ ഖുർആൻ നമുക്ക് വഴികാട്ടുകയാണ്. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് നിങ്ങൾ സന്തോഷം അറിയിക്കുക എന്ന് ഖുർആൻ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ റിള എന്നതാണ് സംതൃപ്തി. തൃപ്തനാവുക, ലഭിച്ചതിൽ തൃപ്തി ഉണ്ടാവുക. അപ്പോൾ മുന്നോട്ടുള്ളതും അള്ളാഹു എളുപ്പമാക്കി തരും. ഈ ഒരു മൂന്ന് പ്രധാനപ്പെട്ട വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഇസ്ലാമിന്റെ ഹാപ്പി കോൺസെപ്റ്റ് നിലനിൽക്കുന്നത്. ജീവിതത്തിൽ സന്തോഷവാന്മാരായിരിക്കാൻ പല മാർഗങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 3 വഴികൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തത് ഗ്രാറ്റിറ്റ്യൂഡ് എന്നതാണ്. സംതൃപ്തിയുള്ളവനായിരിക്കുക, ലഭിച്ചതിൽ നിരന്തരം സംതൃപ്തി പറയുകയും അത് ഓർമ്മിക്കുകയും അത് എടുത്തു പറയുകയും ചെയ്യുക. പരാതികൾ ഒഴിവാക്കുകയും ലഭിച്ച കാര്യങ്ങൾ സന്തോഷം പങ്കിടുകയും ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹം ലഭിക്കാൻ ഒരു വഴിയാകും. രണ്ടാമത്തത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, സേവനം ചെയ്യുക. അത് ഒരു മറ്റുള്ളവർക്ക് ചാരിറ്റി നൽകിയിട്ടാണെങ്കിൽ, സദക്ക നൽകിയിട്ടാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും സഹായം ശാരീരികമായി ചെയ്തിട്ടാണെങ്കിൽ, നല്ലൊരു പുഞ്ചിരിയുടുകയാണെങ്കിലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമ്പോൾ അത് നമുക്ക് സന്തോഷം ലഭിക്കാനുള്ളൊരു വഴിയാണ്. മൂന്നാമത്തത് നമ്മൾ ഇന്നിൽ ജീവിക്കുക എന്നതാണ്. കഴിഞ്ഞ കാലം മറന്ന്, വരാൻ പോകുന്നത് മറന്ന്, ലഭിക്കുന്ന നിമിഷങ്ങളിലെല്ലാം സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക എന്നതുമാണ്.